നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മണ്ണാർക്കാട്ടെ ഭൂരേഖകളിൽ വ്യാപകമായി കൃത്രിമം നടത്തിയിട്ടുണ്ടെന്നും ഇത് നടത്തിയത് ലീഗും ഇതിന് നിയമസഹായം നൽകിയത് മണ്ണാർക്കാട്ടെ MLAയുമാണെന്നും CPI നേതാവ് മണികണ്ഠൻ പൊറ്റശ്ശേരി കുറ്റപ്പെടുത്തി. ഭൂരേഖകളിൽ കൃത്രിമം നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ണാർക്കാട് 2 തെങ്കര വില്ലേജ് ഓഫീസിലേക്ക് CPI തെങ്കര ലോക്കൽ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ വ്യാപകമായി ഭൂരേഖകളിൽ കൃത്രിമം നടത്തിയിട്ടുണ്ട്. അതിന് റവന്യൂ ഓഫീസർ, വില്ലേജ് ഓഫീസറുടെ സഹായം വേണം. ആ സമയത്തുണ്ടായിരുന്ന ഭൂരേഖ തഹസിൽദാർ ആരാണോ അദ്ദേഹത്തിന് സഹായം വേണം. ഒരുപക്ഷെ ഭൂരേഖ തഹസിൽദാരെ ഇക്കാര്യത്തിൽ കൂട്ടിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് താലൂക്കിൽ ഭൂരേഖകളിൽ ഇത് മാറ്റം വരാത്തത്. അതായത് വില്ലേജ് ഓഫീസിൽ നടന്നിട്ടുള്ള കൃത്രിമ രേഖ ചമയ്ക്കലാണിത്. ഈ ഭൂമിയിൽ രേഖ ആരാണ് ഇതിൻ്റെ ഗുണഭോക്താവ്? മണ്ണാർക്കാട് ഏറ്റവും പ്രഗത്ഭനായ ഒരു പണക്കാരനാണ്. പഴയരി വീട്ടിൽ അബ്ദുൽ അസീസിന്റെ ഭാര്യയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താവായി വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഈ പ്രമാണിയുടെ താല്പര്യത്തിന് വേണ്ടി റവന്യൂ ഓഫീസർ, വില്ലേജ് ഓഫീസർ രേഖകളിൽ കൃത്രിമം നടത്തിയിട്ടുണ്ട്. അതിന് സഹായകമായ നിലപാടുകൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പല ഏജന്റുമാരും, പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക പ്രവർത്തകരും അതിന് ചുവട് പിടിക്കുന്ന, അതിന് സഹായകമായി നിൽക്കുന്ന മണ്ണാർക്കാട് MLAയുമാണ് ഈ കൃത്രിമങ്ങൾ മുഴുവൻ മണ്ണാർക്കാട് നടക്കുന്നതിന് വേണ്ട ഭരണപരമായ സഹായം ചെയ്തു കൊടുക്കുന്നത് എന്ന് വളരെ ഗൗരവബുദ്ധിയ ഈ സന്ദർഭത്തെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മണ്ണാർക്കാട് നമ്പർ 2 വില്ലേജിൽ 157 സർവേ നമ്പറിൽപ്പെട്ട 28 ഏക്കർ നെൽവയലിൽപ്പെട്ട ഭൂമി എങ്ങനെ കരഭൂമിയാക്കി മാറ്റപ്പെടുന്നത് പരിശോധിക്കണമെന്നും CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി ആവശ്യപ്പെട്ടു. തെങ്കരയിൽ കൃത്രിമം നടത്തിയ 28 ഏക്കർ ഭൂമിയുടെ അവകാശി സ്ഥലത്തെ പ്രമാണിയാണെന്നതുകൊണ്ടാണ് വില്ലേജ് ഓഫീസർ ഇതിന് കൂട്ടുനിന്നതെന്നും താലൂക്ക് രേഖകളിൽ ഇത് കരഭൂമി അല്ലെന്നും വ്യക്തമാണെന്നും മണികണ്ഠൻ പറഞ്ഞു. കോട്ടോപ്പാടത്തെ ധനകാര്യ സ്ഥാപനമായ അരിയൂർ ബാങ്കിൽ വ്യാപകമായ ക്രമക്കേട് നടത്തി ബാങ്കിനെ തകർത്തത് ലീഗ് നേതാവാണെന്നും വ്യാജ ഭൂരേഖയുണ്ടാക്കി തട്ടിപ്പ് നടത്തിയ ലീഗിൻ്റെ ജില്ലാ നേതാവിനെ ഉൾപ്പെടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും CPI ആവശ്യപ്പെട്ടു. K മുരുകദാസ് അധ്യക്ഷത വഹിച്ചു. CPI തെങ്കര ലോക്കൽ സെക്രട്ടറി ഭാസ്കരൻ മുണ്ടക്കണ്ണി സ്വാഗതം പറഞ്ഞു. CPI മണ്ണാർക്കാട് മണ്ഡലം സെക്രട്ടറി AK അബ്ദുൽ അസീസ്, അസിസ്റ്റന്റ് സെക്രട്ടറി K രവികുമാർ, രവി, N ചന്ദ്രശേഖരൻ, E ബിന്ദു, ബോബി ജോയ്, ഭരത്, നൌഷാദ് എന്നിവർ സംസാരിച്ചു. എന്താണ് ലീഗ്? കോട്ടപ്പാടത്ത് പ്രവർത്തിച്ചിരുന്ന അരിയൂർ ബാങ്കുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ സഹകരണ സ്ഥാപനം പറഞ്ഞാൽ അത് ആ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധനകാര്യ ഇടപാട് നടത്തുന്ന സ്ഥാപനമാണ്. ഒരു നീതി ദേവതയാണ്, ഒരു മുറ്റത്തെ മുല്ലയാണ്, ഒരു സമീപത്തെ എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ്. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് രാജ്യത്തുള്ള പൊതുമേഖലാ ബാങ്കുകളെ സമീപിച്ചാൽ അവരുണ്ടാക്കുന്ന നിയമങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങളുമുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുന്നു, കുട്ടികളുടെ പഠനം നടക്കുന്നു, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണം, നമ്മൾ ആദ്യം ഓടിച്ചെല്ല സഹകരണ ബാങ്കിനെയാണ്. കോടാനുകോടി രൂപ നിക്ഷേപം ഉണ്ടായിരുന്ന ഈ പാലക്കാട് ജില്ലയിലെയും കേരളത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹകരണ ബാങ്കായിരുന്നു അരിയൂർ സർവീസ് സഹകരണ ബാങ്ക്. ആ ബാങ്ക് ലീഗ് പൊളിച്ചു. ആ ബാങ്കിനെ നിൽക്കക്കളിയില്ലാത്ത രൂപത്തിൽ സാമ്പത്തികമായി അനധികൃതമായി വായ്പ കൊടുത്ത് നിക്ഷേപങ്ങളിൽ തട്ടിപ്പ് നടത്തി ആ ധനകാര്യ സ്ഥാപനം പൂട്ടിയിടുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചു. ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് അവസാന കാലത്ത് ഈ ബാങ്ക് പൊളിയുന്ന സമയത്ത് അതിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിരുന്നത്. തൊട്ടിപ്പുറത്താണ് കുഞ്ഞിപ്പുഴയിൽ CBR ആശുപത്രി. ആ ആശുപത്രിയുടെ തട്ടിപ്പിന് ലക്ഷക്കണക്കിന് രൂപയാണ് പലരെയും മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അവിടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് അവസാനമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന്റെ പരിധിയിൽപ്പെട്ട് അവർക്കെതിരെ നിയമാനുസൃതമായ നടപടികൾ പോകുന്നു. അതിന്റെ പിന്നിലും ലീഗാണ്. എന്നാൽ ഇതേ സമയം അന്വേഷണ റിപ്പോർട്ട് വരുന്നവരെ ആരോപണ വിധേയരായ കക്ഷികൾക്ക് ഭൂരേഖകൾ നൽകിയില്ലെന്നും പരാതി പരിശോധിച്ച് ഭൂമി പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും വില്ലേജ് ഓഫീസർ അറിയിച്ചതായി CPI നേതാവ് മണികണ്ഠൻ അറിയിച്ചു. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട റവന്യൂ അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. വിവരാവകാശം വഴി ലഭ്യമായ രേഖകളിൽ ഈ ഭൂമി നെൽപ്പാടമായിട്ടാണ് കാണപ്പെടുന്നത്.
താലൂക്കിലുള്ള FME രജിസ്റ്ററിലും ഇത് നെൽപ്പാടമാണ്. എന്നാൽ വില്ലേജിലെ ഭൂമിയിൽ രേഖകളിൽ ഈ 28 ഏക്കർ ഭൂമി കരഭൂമിയായി കാണപ്പെടുന്നു. അപ്പോൾ താലൂക്കിലും ഇതുമായി ബന്ധപ്പെട്ട വില്ലേജ് സർവേ റെക്കോർഡുകളുള്ള മറ്റ് ഓഫീസുകളിലൊന്നും തിരുത്തൽ വന്നിട്ടില്ല. അതിനർത്ഥം വില്ലേജിലാണ് രേഖകൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. തൊട്ടടുത്ത ഏതോ സർവേ നമ്പറിൻ്റെ FMB സ്കെച്ച് കൊണ്ടുവന്ന് നിലവിലുണ്ടായിരുന്ന FMB സ്കെച്ചിൻ്റെ ഷീറ്റ് മാറ്റി അത് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. വളരെ ഗൗരവമേറിയ സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖകൾ തിരുത്തി എന്നത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ട കാര്യമാണ്. ഞങ്ങളുടെ അറിവ് പ്രകാരം ഈ 28 ഏക്കറിൽ ഇത് ഒതുങ്ങുന്നില്ല. തെങ്കര വില്ലേജിലും മണ്ണാർക്കാട് താലൂക്കിലുമൊക്കെ വളരെ വ്യാപകമായ തോതിൽ കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സന്ദർഭത്തിലാണ് ഈ രേഖകളിലൊക്കെ കൃത്രിമം നടത്തിയിട്ടുള്ളത് എന്നാണ് ഞങ്ങളുടെ പരിശോധനയിൽ ബോധ്യമായത്. എന്തായാലും ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇംബെക്സ് മാട്രസ്, മണ്ണാർക്കാട് റോഡ്, കരിങ്കല്ലത്താണി. പുതിയ രീതിയിലുള്ള കിടക്കകളുടെ വൻ ശേഖരവുമായി ഇംബെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ്, കരിങ്കല്ലത്താണി. മൊബൈൽ 9526100066.